ഹലോ ഗൈസ്, ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നന്ദി ഹിൽസിലേക്കുള്ള യാത്രയാണ്. വഴിയോര കാഴ്ചകളാണ് ഇത് കൂടുതലും കാണുന്നത്. അങ്ങ് ദൂരെയായിട്ട് ഹിൽസ് കാണുന്നുണ്ട്. നല്ല സുഗമമായിട്ട് പോകാൻ പറ്റുന്ന റോഡും അതിൻ്റെ വനപ്രദേശം പോലെ രണ്ട് സൈഡിലും കാണുന്നു. നല്ല ഈ ബാംഗ്ലൂരിലെ നന്ദി ഹിൽസ് എന്ന് പറയുന്നത് അവിടെ സൈക്ലിങ്ങിനും ട്രെക്കിങ്ങിനും എല്ലാം നല്ല ഫേമസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സൂര്യാസ്തമയവും സൂര്യോദയവും ആവോളം എൻജോയ് ചെയ്യാനുള്ള ഒരു സൗകര്യവുമുണ്ട്. അത് കാണുന്നതിന് വേണ്ടിയായി ആണ് കൂടുതലും ആളുകൾ നന്ദി ഹിൽസിലേക്ക് വരുന്നത്. സൂര്യാസ്തമയവും സൂര്യോദയവും വളരെ ഭംഗിയായിട്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് ടിപ്പു സുൽത്താൻ്റെ കോട്ടയും അതുപോലെ തന്നെ പലതരത്തിലുള്ള അമ്പലങ്ങളും എല്ലാം അവിടെ ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ, ചരിത്രപരമായ ഒരുപാട് അറിവുകളാണ് നമ്മൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ആസ്വദിക്കുക. കണ്ട വഴിയോര കാഴ്ചകൾ ഇത്രയും നല്ല സുന്ദരമായിട്ടുള്ള ഒരു കാര്യം, ഒരു പ്രകൃതി ഭംഗി, പ്രകൃതി രമണീയത എവിടെയെങ്കിലും വേറെ കാണാൻ പറ്റുമോ? നോക്കിയേ കൂട്ടുകാരെ, വഴിയൊക്കെ എന്ത് സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. എന്തോരം നല്ല ചെടികളും നല്ല എല്ലാ മരങ്ങളും എല്ലാം രണ്ട് സൈഡിലും. അതുകൊണ്ടാണ് നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയെ ഗാർഡൻ സിറ്റി എന്ന് പറയുന്നത്. സൂപ്പർ വ്യൂ ആണ്, നല്ല ക്ലൈമറ്റ്, നമുക്കൊരു ചൂടും അനുഭവപ്പെടത്തില്ല. നല്ല കാറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് എല്ലാവരെയും ഞാൻ അതുകൊണ്ട് നന്ദി ഹിൽസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഓണത്തിന് ബാംഗ്ലൂർ പോയതാണ്. അപ്പോൾ നന്ദി ഹിൽസും കൂടി കാണാൻ പോയി. ഒരു ദിവസത്തെ ട്രിപ്പായിട്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. കാരണം മുകളിലേക്ക് കുന്ന് കയറുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ട് അവിടെയൊക്കെ റെസ്റ്റ് എടുത്ത് പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല കുരങ്ങന്മാരും നല്ല കാഴ്ചകളും എല്ലാം കണ്ട് മതിമറന്ന് അവിടെ നമുക്കങ്ങ് സ്പെൻഡ് ചെയ്യാം. അതാണ് ഇവിടുത്തെ സവിശേഷത. ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓണസമയമായതുകൊണ്ട് എല്ലാവരും നാട്ടിലൊക്കെ ആയിരിക്കും ആഘോഷിച്ചത്, അതായിരിക്കാം. നമുക്ക് വളരെ സ്മൂത്തായിട്ട് പോകാം. റോഡിലൊന്നും ഒരു ബ്ലോക്കും ഇല്ല, ഒന്നുമില്ല. ഇത് നന്ദി ഹിൽസിലേക്കുള്ള റോഡാണ്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 1 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ആസ്വദിക്കാം. നോക്കിയാണ് താഴോട്ട് കണ്ട കുന്ന്, മുകളിലേക്ക് രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ കാണാം നമുക്ക് പോകുന്ന വഴിയിൽ ഉടനീളം. ഞാൻ എല്ലാവരും വഴിയോര കാഴ്ചകളും കൂടെ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചാണ് റോഡിൻ്റെ സൈഡ് വ്യൂ കൂടി ഇതിനകത്ത് വീഡിയോയിൽ പകർത്തിയത്. അങ്ങനെ നന്ദി ഹിൽസിലെത്തി. മുമ്പിൽ തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ളൊരു പാർക്ക് രണ്ട് സൈഡിലുമായിട്ട് സെറ്റ് ചെയ്തിരിപ്പുണ്ട്. അവിടെ മങ്കീസൊക്കെ ഇഷ്ടം പോലെ വിഹരിക്കുന്നു. അവർ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുന്നു. ആളുകൾ വരുന്നവരെയൊക്കെ നോക്കുന്നു, പക്ഷേ ആരെയും ഒന്നും ചെയ്യുന്നില്ല. ഹാംലെസ് ആണ്. ദാണ്ട നന്ദി ഹിൽസ് കാണുന്നത് കണ്ട. നമ്മൾ മുകളിൽ നിന്ന് കണ്ട് നന്ദി ഹിൽസ് കണ്ട് ഇങ്ങനെ കയറി നമുക്ക് പോകാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ ഒറ്റയടിക്കങ്ങ് കയറി പോകുന്നില്ല, വഴിയിൽ നിന്ന് ഇങ്ങനെ ആസ്വദിക്കുക. അത് മാത്രമല്ല, നല്ലൊരു ക്ലൈമറ്റാണ്, സുഖകരമായ ഒരു ക്ലൈമറ്റ്. അതുകൊണ്ടാണ് മിക്ക ആളുകൾ ഇവിടെ നിന്ന് ജോലിയൊക്കെ കിട്ടി അവിടെ ബാംഗ്ലൂർ പോയാൽ അവിടെ തന്നെ അങ്ങ് സെറ്റാകുന്നത്. സെറ്റിൽ ചെയ്യാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരുപാട് വലിയ ജോബ് നൽകുന്ന സ്ഥാപനങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് പോകുന്നവരാരും തിരിച്ചു വരത്തില്ല. മാത്രമല്ല, നല്ല ഫുഡ് കടകളിൽ നിന്നും ആയാലും എവിടെ തിരിഞ്ഞാലും നമുക്ക് അതെല്ലാം വാങ്ങി കഴിക്കുകയും നല്ല സാലറിയുണ്ട്, സുഖകരമായ ക്ലൈമറ്റുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് നമ്മളെ നാട്ടിലുള്ള കുട്ടികളെല്ലാവരും പോയി ബാംഗ്ലൂർ സിറ്റിയിൽ സെറ്റിലാവുന്നത്. ഇപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നന്ദി ഹിൽസിൻ്റെ മുകളിൽ കയറി എത്തിയില്ല, അങ്ങ് മുകളിലെത്തിയില്ല. അങ്ങോട്ട് കയറി പോകുമ്പോൾ ഉള്ള വ്യൂ ആണ്. നല്ല ജലാശയങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. താഴോട്ട് നോക്കുമ്പോൾ മരങ്ങളും ബിൽഡിങ്ങുകളൊക്കെ അങ്ങ് ദൂരെയായിട്ടുണ്ട് കുന്നിൻ്റെ താഴ്വാരങ്ങളിൽ. ഇങ്ങനെ നമുക്ക് കയറി കുറേ സമയം കയറണം. നമ്മൾ പകുതി വരെ എത്തുമ്പോൾ വിചാരിക്കും, ഓ മതി, ഇനിയൊന്നും കയറി പോകണ്ടെന്ന്. പക്ഷേ അല്ല, ഇങ്ങനെ വീതിക്ക് പാറ കെട്ടുകളിങ്ങനെ കിടക്കുന്നത് നമുക്ക് കയറി പോകാൻ പറ്റുന്ന സൗകര്യത്തിലുള്ള ഒരു സംവിധാനമാണ്. ടിപ്പുവിൻ്റെ കൊട്ടാരം അതൊക്കെ കാണുന്നതാണ് കൂടുതലും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് നമുക്ക് അറിവുകൾ കിട്ടും.
അവിടെ ഒരു പ്രധാന സ്ഥലമുണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, ടിപ്പു ഡ്രോപ്പ് എന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങളത് അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് പിടികിട്ടിയത്. മുമ്പ് ടിപ്പു സുൽത്താൻ മുകളിൽ നിന്ന് ജയിൽ പുള്ളികളെയും മറ്റും ശത്രുക്കളെയും എല്ലാം മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്നതിനെയാണ് താഴോട്ടിടുന്നത്. മുകളിൽ നിന്ന് കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിടുന്നതിനെയാണ് ടിപ്പു ഡ്രോപ്പ് എന്നുള്ള പേരിൽ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള ക്രൂരതകളും എല്ലാം നമുക്കതിൽ നിന്നും വ്യക്തമാകും. നമുക്കത് കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. ഇങ്ങനെയെല്ലാം നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഹിൽസിൽ പോയാൽ നമുക്ക് പഠിക്കാം. എന്തോരം സൗകര്യങ്ങളാണ് അവിടെ ഉള്ളതെന്നറിയാമോ? അമ്പലം ഉണ്ട്. ദാണ്ട നമുക്ക് ഇവിടെയൊക്കെ പല കാഴ്ചകളാണ്. ഇനി ഒരു സൈഡിലായിട്ട് ഒരുപാട് വാത്സ്യം ചെടികൾ വളർന്ന് നിൽക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് മൊത്തമായിട്ട്. എന്ത് രസം! ഓരോരുത്തരും കപ്പിൾസും അല്ലാതെയുള്ള ലവേഴ്സൊക്കെ വന്ന് നിന്ന് അവിടെ നിന്നങ്ങ് വീഡിയോസും ഫോട്ടോസും എടുപ്പാണ്. ഞാൻ അതിൻ്റെ സമീപത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. എല്ലാവർക്കും വ്യൂ കിട്ടത്തക്ക വിധം ഞാനൊരു ഫോട്ടോ എടുക്കുന്നതാണ്. എല്ലാവരും അവിടുത്തെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി. കുന്നിൻ്റെ മുകളിൽ എത്തിയില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ആളുകളൊന്നും അധികം ഇല്ല. അവിടെ നിന്ന പാർക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചെടികളാണിത്. അങ്ങനെ മുകളിൽ നിന്ന് ദാണ്ട കുന്നിൻ്റെ മുകളിലല്ല, നമ്മൾ ഹിൽസിൻ്റെ മുകളിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യമേ നമ്മൾ ചെല്ലുന്നത് ഈ ഭാഗത്തോട്ടാണ്. ഇത് അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ താമസിക്കുന്നതിനെങ്ങാണ്ടുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ 2 ഡോഗ്സ് നിൽക്കുന്നു. ദാണ്ട ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് അതിൻ്റെ വ്യൂ കിട്ടും. ഞാനും അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പാർക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. കാരണം അത് കണ്ടാൽ ആരായാലും നിന്ന് ഒന്ന് എടുത്തു പോകും. അത്രയ്ക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എങ്ങും ആരുമില്ല. 2-3 മങ്കീസ് മാത്രം അതിനകത്ത് ചാടി നടന്ന് ഇങ്ങനെ ഓടി നടക്കുന്നു. കണ്ട ഒരു ശല്യവും ഇല്ല. പാവം പാലൊക്കെ തറയിൽ കിടന്ന് എഴയുന്നു. മങ്കീസിനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്, ഇനി നമ്മളെ പുറത്തങ്ങനെ ചാടി കയറുമെന്ന്. പക്ഷേ ഒന്നുമില്ല, പാവം ആണ്. അങ്ങനെ അതാണ്ട എഴുതി വെച്ചേക്കുന്നുണ്ടോ, നന്ദി ദുർഗ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ടോ ഇതിൻ്റെ മുകളിലൊക്കെ അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു അമ്പലമല്ല, പലതും ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് കയറാൻ പോവുകയാണ്. ഇനിയും പല കാര്യങ്ങൾ കാണാനുണ്ട്. അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ കുളം ഉണ്ട്, ഒരു അതിമനോഹരമായ ഒരു കുളം. അത് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ചെന്ന ഉടനെ തന്നെ പാർക്കിൻ്റെ മുമ്പിൽ നിന്നെടുത്ത വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും നന്ദി ഹിൽസിൻ്റെ ഈ വീഡിയോ ആസ്വദിച്ച് കാണുക. നന്ദി ഹിൽസ് ഒരു സംഭവമാണ്. അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നടന്ന് നമ്മൾ കുളത്തിൻ്റെ അടുത്തേക്ക് പോകും. കുളം അതിഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. കുളത്തിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഒരു അമ്പലമുണ്ടെന്നാണ് പറയുന്നത്. അവിടെ പോയി നോക്കാനൊന്നും പോയില്ല, പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുളത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് നിന്ന് സൂര്യോദയവും സൂര്യാസ്തമയവും ആസ്വദിക്കാം. അങ്ങനെ കുളത്തിൻ്റെ അടുത്തെത്തി. കുറച്ച് നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കുളത്തിൻ്റെ സമീപ പ്രദേശങ്ങളെന്ന് പറയുന്നത് കാട് മൂടി കിടക്കുന്നു. സൂപ്പറാണ്. ഒരു തണുപ്പും നല്ല കാറ്റും. അവിടെ ഇച്ചിരി നേരം അവിടെ ഞാൻ നിന്നു. അതിനകത്ത് ഇഷ്ടം പോലെ കുളത്തിൽ മീനുകളെല്ലാം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. കളർ മത്സ്യങ്ങളൊക്കെ കാണുന്നു. അടിപൊളി വ്യൂ ആണ്. താഴോട്ടുള്ള അമ്പലത്തിൽ ഞാൻ പോയില്ല. സൂര്യാസ്തമയം കാണുന്നതിൻ്റെ സമയമായിരുന്നില്ല. കാരണം 10:30 മണി സമയമായപ്പോഴത്തേനാണ് അങ്ങ് ചെന്നത്. ഇതൊക്കെ കണ്ടു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു സൂര്യോദയവും സൂര്യാസ്തമയവും. നമ്മൾ നന്ദി ഹിൽസ് കാണാൻ പോകുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം സൂര്യോദയവും സൂര്യാസ്തമയവും കാണുന്നതിന് വേണ്ടിയാണ്. പിന്നെ ട്രക്കിങ്ങും സൈക്ലിങ്ങും അവിടുത്തെ ഒരു വിശേഷപ്പെട്ട കാര്യങ്ങളാണ്. അതിന് സൗകര്യമുണ്ട്. അതിനും പിന്നെ ഈ കുന്നിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിനും ടിപ്പുവിൻ്റെ കൊട്ടാരത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനും അങ്ങനെ ഓരോ എൻജോയ്മെൻറ്റുകളും നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പഠിക്കുകയും ചെയ്യാം. എല്ലാവരും ബാംഗ്ലൂർ പോകുമ്പോൾ നന്ദി ഹിൽസ് പോയി കാണുക. അങ്ങനെ കുളത്തിൻ്റെ സമീപത്തെത്തിയതേ ഉള്ളൂ. ഇനി ഒരുപാട് നടന്ന് അങ്ങോട്ട് പോകാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് സൂര്യോദയം കാണുന്നത്. അവിടെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചുമ്മാതെ അവിടെയൊക്കെ കറങ്ങി നടന്നു. അടുത്ത സൺറൈസ് വ്യൂ പോയിൻ്റ് എന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. ആളുകൾ അങ്ങോട്ട് നടന്ന് ചെന്ന് കാണാനാണ്. അപ്പോൾ
ഈ കുളം കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഹിൽസിൻ്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഹിൽസ് എന്ന് കേൾക്കുമ്പോൾ കുത്തനെ അങ്ങ് കയറിപ്പോകുന്നതായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ല. നല്ല വീതിയുള്ള റോഡ് പതുക്കെ കയറിപ്പോയിട്ട് അവിടെ നിന്ന് അപ്പോൾ തന്നെ നമുക്ക് കുന്ന് കണ്ട് പോകാം. അങ്ങ് താഴോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കയറി പോകത്തില്ല. ഈ വ്യൂ എവിടെയൊക്കെ നിന്ന് കാണാവോ അവിടെ എല്ലാം നിന്ന് നമ്മളിങ്ങനെ അങ്ങ് ആസ്വദിക്കും. കയറി പകുതി വരെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ കയറുന്നില്ല, എന്തിനാണ് ഇനി കയറുന്നതെന്ന്. പക്ഷേ എന്നെ അവർ നിർബന്ധിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഞാനും കയറി. ദാണ്ട മോനെ അവിടെയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ട സമീപ പ്രദേശങ്ങളാണ്. ഈ റോഡിലൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോകുന്നത്. നല്ല റോഡാണ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ആണ്ട അങ്ങനെ നടന്ന് കുന്നിൻ്റെ അവിടേക്ക് പോവുകയാണ്. അങ്ങ് കുന്നിൻ്റെ മുകളിൽ അതിവിശാലമായിട്ടങ്ങ് കിടക്കുകയാണ്. അവിടെ നമുക്ക് ഇരുന്ന് ഈ താഴോട്ടുള്ള കാഴ്ചകൾ അതൊരു സംഭവമാണ്. അത് ഭയങ്കരമായിട്ട് അത് നമുക്ക് നമ്മുടെ മനസ്സിന് തരുന്ന ഒരു സന്തോഷം. ഭയങ്കര കാറ്റും എന്നാൽ ചൂടുമില്ല, വെയിലൊക്കെ ഉണ്ട്. അത് നമ്മൾ അറിയത്തില്ല. എനിക്ക് ഈ വെയിലടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുട നൂത്തു. അതെൻ്റെ ഒരു ഹാബിറ്റാണ്. എൻ്റെ മോന് ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തു. കണ്ട അർക്കാവതി റിവർ ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് അല്ലാതെ എഴുതി വച്ചേക്കുന്നത് ടിപ്പു ഡ്രോപ്പ് എന്നും പറഞ്ഞ്. ഇത് അർക്കാവതി റിവറിലേക്ക് നടന്ന് ഇറങ്ങുകയാണ്. അവിടെ റിവറിൻ്റെ ഒഴുക്കുണ്ടെന്ന്, അതിൻ്റെ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ്. പക്ഷേ അവിടെ വെള്ളച്ചാട്ടം ഒന്നുമില്ല, വെള്ളമൊന്നും കണ്ടില്ല. സംഭവം അങ്ങനെയൊന്നുമുണ്ട്, അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് അർക്കാവതി റിവർ എന്ന്. അങ്ങനെ കുന്നിൻ്റെ മുകളിൽ, ഇതാണ് കുന്നിൻ്റെ മുകളിൽ എത്തേണ്ടുന്ന സംഭവം. നമുക്കിങ്ങനെ നടന്ന് ഞാനങ്ങനെ അതിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നമുക്ക് തോന്നത്തില്ല. നല്ല മൊത്തത്തിൽ ഇങ്ങനെ വീതിക്ക് വലിയ വേലി കെട്ടിയിട്ടുണ്ട്. ഇരുമ്പ് വേലിയാണ് ഇത്. ബ്രേക്ക് ചെയ്ത് നമ്മൾ അപ്പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ പിഴയാണ് ശിക്ഷ. അതുകൊണ്ട് എല്ലാവരും ഇതിനകത്ത് നിന്ന് വേണം താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ. അവിടെ ഇതുപോലെ ഒരു സംഭവമുണ്ട്, കെട്ടിയിട്ടിരിക്കുന്നു. ദാണ്ട് ഇത് കണ്ട, ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൻ്റെ മുമ്പിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. എനിക്ക് ഇവിടെ എല്ലാം കറങ്ങി അടിച്ചങ്ങ് നടക്കണം. എൻ്റെ മനസ്സിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സൂപ്പറാണ്, സൂപ്പർ. അവിടെ ഒരു ഷോപ്പുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് ഞാനൊരു മിൽക്ക് ഷേക്ക്, എൻ്റെ അവർ രണ്ടുപേരും മാംഗോ ഷേക്ക്. ഒരു സുഖം ഈ തണുത്ത ഇത് അങ്ങോട്ട് ചെല്ലുമ്പോൾ. നമ്മൾ ഇത്രയൊക്കെ നടന്ന് കയറിപ്പോയിട്ട് വന്നതിന് അതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് കുറേ സമയമായിരുന്നു. അവിടെ എല്ലാം കറങ്ങി നടന്ന് വേലിയുടെ അവിടം വരെ വന്ന് നോക്കി. വേറൊരു സംഭവം ടിപ്പു ഡ്രോപ്പ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്തോ. ടിപ്പു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ടിപ്പു സുൽത്താൻ മുകളിൽ നിന്ന് ശത്രുക്കളെ താഴോട്ടിടും. അതാണ് ടിപ്പു ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.